സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പൊ 5ാം ക്ലാസ്സിൽ മക്കൾക്ക് ഹിന്ദിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട് അല്ലേ. ബേസിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മക്കൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെന്റൻസ് എഴുതുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ക്രിയ എന്ന് പറയുന്നത്. എന്താണ് ക്രിയ എന്ന് പറയുന്നത്? മിസ് സിമ്പിൾ ആയിട്ട് പറയാം. മക്കൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ക്രിയ അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത്. പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താണ്? ഉറങ്ങുക, കളിക്കുക, പഠിക്കുക എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ക്രിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഹിന്ദിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്രിയകളുണ്ട്. അത് നമുക്ക് ഇന്ന് പഠിക്കാം അല്ലേ. അപ്പൊ നോക്കിക്കേ, ആദ്യം എന്താണ്? ഖാന എന്ന് പറയുന്നതാണ്. ഖാന എന്ന് വെച്ചാൽ കഴിക്കുക എന്നാണ് മീനിങ്. അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. എന്താണ്? ഭക്ഷണത്തിന് നമ്മൾ ഖാന എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. മക്കൾ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഖാന എന്നാണ് നമ്മുടെ തൊണ്ടയുടെ ആ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മുടെ എന്ത് വരുന്നത്? ഉച്ചാരണ ശബ്ദം വരുന്നത് അല്ലെ. ഖാന എന്നാണ് ഇത് വായിക്കുന്നത് അല്ലെ. എന്താണ്? ഭക്ഷണം എന്നുള്ള ഒരു മീനിങ് കൂടി ഇതിനുണ്ട്. ഓക്കെ മക്കൾ, ഒന്ന് സെന്റൻസ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഖാന എന്ന് വെച്ചാൽ എന്താണ്? കഴിക്കുക എന്നാണ് മീനിങ്. പക്ഷെ മനു കഴിക്കുക എന്ന് നമ്മൾ പറയില്ലല്ലോ. മനു കഴിക്കുന്നു എന്നാണ് നമ്മൾ പറയല്ലേ. അപ്പൊ ഹിന്ദിയിൽ കഴിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിന് കുറച്ചൊന്ന് വ്യത്യാസം വരുത്തും. അതായത് ഖാന എന്ന് പറയുന്നത് ഖാതാ ഹേ എന്നാക്കി നമ്മൾ മാറ്റും. നോക്കിക്കേ, മനു ഖാന ഭക്ഷണം, ഖാതാ ഹേ കഴിക്കുന്നു എന്നായി. അപ്പൊ കഴിക്കുന്നു എന്നുള്ളതിന് ഹിന്ദിയിൽ ഖാതാ ഹേ എന്ന് പറയും. ഓക്കെ സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, ഉറങ്ങുക അല്ലെ. ഉറങ്ങുക എന്നുള്ളതിന് നമ്മൾ സോന എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? സോന എന്നാണ് പറയുന്നത്. അപ്പൊ ഉറങ്ങുക എന്നുള്ളതിന് നമ്മൾ എന്താക്കണം? ഉറങ്ങുന്നു എന്നാക്കി മാറ്റണം അല്ലെ. അപ്പൊ മക്കൾ നോക്കിക്കേ, സെന്റൻസ് മാറി നോക്കിക്കേ. ലഡ്ക സോത്താ ഹേ എന്നായിട്ട് മാറി അല്ലെ. സോത്താ ഹേ എന്ന് വെച്ചാൽ എന്താണ്? ഉറങ്ങുന്നു എന്നുള്ള മീനിങ് ആണ് അല്ലെ. ലഡ്ക എന്ന് വെച്ചാൽ എന്താണ്? കുട്ടി, ആൺകുട്ടി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എന്താണ്? ആൺകുട്ടി എന്നുള്ള മീനിങ് ആണ്. ആൺകുട്ടി ഉറങ്ങുന്നു അല്ലെ. ലഡ്ക സോത്താ ഹേ. ഓക്കെ സെറ്റ്. സോത്താ ഹേ, ഖാതാ ഹേ, 2 ക്രിയകൾ പഠിച്ചേ. അടുത്ത് നോക്കിക്കേ, കളിക്കുക എന്നുള്ളതിന് നമ്മൾ ഖേലന എന്നാണ് പറയുന്നത്. എന്താണ്? ഖേലന എന്നാണ് പറയുന്നത്. ഇനി കളിക്കുന്നു എന്ന് നമുക്ക് ആക്കണ്ടേ? നോക്കിക്കേ, ഖേലന എന്നുള്ളത് എന്തായിട്ട് മാറി? ഖേൽതേ ഹേ എന്നായിട്ട് മാറി, അല്ലെങ്കിൽ ഖേൽതാ ഹേ എന്നായിട്ട് മാറും കേട്ടോ. ബച്ചോം, കുട്ടികൾ, ഖേൽതേ ഹേ കളിക്കുന്നു എന്നായിട്ട് മാറി. ഓക്കെ സെറ്റ്. കളിക്കുന്നു എന്നുള്ളതിനുള്ള എന്ത് കിട്ടി? ക്രിയ കിട്ടി അല്ലെ. അടുത്ത് നോക്കിക്കേ, ചലന അല്ലെ. ചലന എന്ന് വെച്ചാൽ എന്താണ്? നടക്കുക എന്നുള്ള മീനിങ് ആണ് അല്ലെ. ഈ നടക്കുന്നു എന്നാക്കണ്ടേ? ചൽത്താ ഹേ എന്നാണ് എന്തിന് പറയുന്നത്? നടക്കുന്നു എന്നുള്ളതിന് പറയുന്നത്. നോക്കിക്കേ, വഹ് ചൽത്താ ഹേ. വഹ് എന്ന് വെച്ചാൽ അവൻ എന്നുള്ള മീനിങ് ആണ്. നടക്കുന്നു എന്ന് വെച്ചാൽ ചൽത്താ ഹേ എന്നാണ് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്. വഹ് ചൽത്താ ഹേ, അവൻ നടക്കുന്നു. ഓക്കെ സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്രിയ. പഠന എന്നാണ് അതിന് ഹിന്ദിയിൽ നമ്മൾ പറയുന്നത്. പഠിക്കുക എന്നുള്ളതിന് പഠന എന്ന് പറയുന്നു. ഇനി പഠിക്കുന്നു എന്നാക്കണ്ടേ? പഠിക്കുന്നു എന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പഠിത്തീ ഹേ അല്ലെങ്കിൽ പഠിത്താ ഹേ എന്ന് വരും അല്ലെ. ഇവിടെ ലടുക്കിയാണ്, പെൺകുട്ടിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിത്തീ ഹേ എന്നാക്കി. ലടുക്കി പഠിത്തീ ഹേ, പെൺകുട്ടി പഠിക്കുന്നു. പഠിക്കുന്നു എന്നുള്ളതിന് നമ്മൾ എന്താക്കി കൊടുക്കുന്നു? പഠിത്തീ ഹേ അല്ലെങ്കിൽ പഠിത്താ ഹേ എന്നാക്കി കൊടുക്കുന്നു. ഓക്കെ സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. അടുത്ത നോക്കിക്കേ, കേൾക്കുക എന്നുള്ളതിന് നമ്മൾ സുനുന എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സുനുന എന്നാണ് പറയുന്നത്. കേൾക്കുന്നു എന്നാക്കണ്ടേ? നോക്കിക്കേ, വഹ് സുനുതാ ഹേ, അവൻ കേൾക്കുന്നു. വഹ് എന്ന് വെച്ചാൽ അവൻ എന്നാണ് അർത്ഥം. സുൻതാ ഹേ എന്ന് വെച്ചാൽ എന്താണ്? കേൾക്കുന്നു എന്നുള്ള മീനിങ് ആണ് അല്ലെ. വഹ് സുൻതാ ഹേ. ഓക്കെ സെറ്റ്. സുൻതാ ഹേ എന്ന് വെച്ചാൽ കേൾക്കുന്നു എന്നാണ്. ഇതൊക്കെ മക്കൾ പഠിച്ചു വെച്ചോണം. നമുക്ക് സ്വന്തമായിട്ട് സെന്റൻസ് എഴുതുമ്പോൾ എന്ത് സഹായിക്കും? ഈ കാര്യങ്ങളൊക്കെ സഹായിക്കും കേട്ടോ. അടുത്ത നോക്കിക്കേ, ദേഖന അല്ലെ. ദേഖന എന്ന് വെച്ചാൽ എന്താണ്? നോക്കുക എന്നാണ് മീനിങ് അല്ലെ. മക്കൾ പിക്ചറിൽ നോക്കിക്കേ, ആ ടോം ജെറിയെ നോക്കുകയാണ് അല്ലെ. ടോം ദേഖ്താ ഹേ, ടോം നോക്കുക
നോക്കുന്നു. നോക്കുന്നു എന്നുള്ളതിന് നമ്മൾ ദേഖ്താ ഹേ എന്നാണ് പറയുന്നത്. ഓക്കെ സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, ജാന എന്ന് വെച്ചാൽ പോകുക എന്നാണ് മീനിങ് അല്ലെ. എന്താണ് ജാന? പോകുക അല്ലെ. അപ്പൊ ഇനി പോകുന്നു എന്നാക്കണ്ടേ? പോകുന്നു എന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? മേ ജാത്താ ഹൂം, ഞാൻ എന്ത് ചെയ്യാണ്? പോകുകയാണ് അല്ലെങ്കിൽ പോകുന്നു എന്നുള്ള അർത്ഥമാണ് അല്ലെ. മേം എന്ന് വെച്ചാൽ എന്താണ്? ഞാനാണ് എന്നുള്ള കാര്യം മക്കൾ ആലോചിക്കാം. ജാത്താ ഹൂം എന്ന് പറഞ്ഞാൽ എന്താണ്? പോകുന്നു എന്നുള്ള ക്രിയയാണ്. ഓക്കെ സെറ്റ്, ഇതും എഴുതി പഠിച്ചോളാം. എല്ലാ കാര്യങ്ങളും എഴുതി പഠിക്കണേ മക്കള്. ഒന്നും എഴുതി പഠിക്കാതിരിക്കരുത്. നമുക്ക് ഇമ്പ്രൂവ് ആക്കണമെങ്കിൽ എഴുതിയെടുക്കണം. ഓക്കെ, അടുത്ത എന്താണ്? ആന അല്ലെ. ആന എന്ന് വെച്ചാൽ എന്താണ്? വരുക എന്നുള്ള മീനിങ് ആണ് അല്ലെ. വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നു എന്നൊക്കെ പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? പിതാജി ആയാ ഹേ, അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പൊ വന്നു എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? ആയാ എന്ന് പറയും അല്ലെ. വന്നു, ആയാ. സിമ്പിൾ അല്ലേ? ആയാ ഹേ, വന്നിട്ടുണ്ട്. ആയാ, വന്നു. ഓക്കെ സെറ്റ്, മനസ്സിലായില്ലേ? ഈ ക്രിയ പഠിച്ചേ. അടുത്ത നോക്കിക്കേ, പീന എന്നുള്ളതാണ്. പീന എന്ന് വെച്ചാൽ എന്താണ്? കുടിക്കുക എന്നുള്ള മീനിങ് ആണ്. ഘാന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പീന വേണം അല്ലെ. പീന എന്ന് വെച്ചാൽ എന്താണ്? കുടിക്കുക. ഈ കുടിക്കുന്നു എന്നാക്കണ്ടേ? നോക്കിക്കേ, ദോനോ പാനി പീതേ ഹേ, രണ്ട് പേരും. ദോനോ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് പേരും. പാനി എന്ന് വെച്ചാൽ വെള്ളമാണ്, വെള്ളം. പീതേ ഹേ, പീതേ ഹേ എന്ന് വെച്ചാൽ എന്താണ്? കുടിക്കുന്നു എന്നുള്ള മീനിങ് ആണ് അല്ലെ. ഓക്കെ സെറ്റ്, ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഖാതാ ഹേ, പീതാ ഹേ, പഠിത്താ ഹേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്രിയകൾ നമ്മൾ പഠിച്ചു അല്ലെ. ഇത്രയും കാര്യങ്ങൾ മക്കൾ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.